പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസും റിലേഷൻഷിപ്പും, അതായത് നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ ബന്ധങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ, അതോ ബന്ധങ്ങളില്ലാതിരിക്കുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ലേ എന്നൊന്ന് ചിന്തിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ. എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, മനുഷ്യൻ സമൂഹജീവിയാണ്. അവന് സമൂഹമില്ലാതെ ജീവിക്കാനായിട്ടാകില്ല. നമ്മുടെ പൂർവികരെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് വസിച്ചവരായിരുന്നു. ചില പാരമ്പര്യങ്ങളൊക്കെ പറയുന്നത് കാടുകളിലാണ്, വനങ്ങളിലാണ് നമ്മളുടെ ജീവിതം ആരംഭിക്കും തന്നെ. കൂട്ടം കൂട്ടമായിട്ട് വസിച്ചിരുന്നു. വന്യജീവികളോടൊക്കെ മല്ലിട്ട്, അതുപോലെ കാട്ടുപഴങ്ങളും കൊണ്ടുവരുന്ന കാട്ടിറച്ചിയൊക്കെ തീയിൽ ചുട്ടൊക്കെ ഭക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നു, ഒരുമിച്ച് ജീവിച്ചിരുന്നു. പതിയെ പതിയെ മനുഷ്യൻ കാടുകൾ തെളിയിക്കാൻ തുടങ്ങി, എന്നിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്ത് അങ്ങനെ തെളിയിക്കും തോറും കൊച്ചു കൊച്ചു വീടുകൾ വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രാമങ്ങൾ ഉണർന്നു വന്നു. ഗ്രാമങ്ങൾ ഉണർന്നു വരുംതോറും അവർക്ക് ആധുനിക ലോകത്തേക്കുള്ള ഒരു തുറവിയായി, അത് ഒരു വാതിലായി തീർന്നു. പതിയെ പതിയെ പട്ടണങ്ങൾ വന്നു. ഇന്ന് ലോകം എത്രത്തോളം വികസിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ആകാത്ത വിധത്തിൽ ലോകം ഒത്തിരി വളർന്നു കഴിഞ്ഞു. എങ്കിലും ഇന്നും കൂട്ടം കൂട്ടമായിട്ട് കാടുകളിലൊക്കെ വസിക്കുന്ന ഇടങ്ങളുണ്ട് എന്നും നമുക്കറിയാം. ആ വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന ബന്ധങ്ങൾ, അത് അവരുടെ ആത്മവിശ്വാസത്തെ ഒരുമിച്ച് വളർത്തിയിരുന്നില്ലേ? തങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒറ്റ സമൂഹമാണ് എന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ വളരുന്ന രീതിയിലേക്ക് ഇന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നോക്കിയേ. നമ്മൾ ഇന്ന് ചുറ്റുപാടുകളിൽ കാണുന്നത് എന്താണ്? വീടുകൾ, അല്ലെങ്കിൽ ഫാക്ടറികൾ, അല്ലെങ്കിൽ ഉയർന്നു വന്ന കെട്ടിടങ്ങൾ, നമുക്ക് ചുറ്റും മതിലുകൾ. മനുഷ്യരെ നമ്മൾ കാണുന്നതിന് നമ്മൾ മനുഷ്യരെ കാണുവാനായിട്ട് പോകേണ്ടിയിരിക്കുന്നു. ഞാൻ 10 വർഷം ഇറ്റലിയിലുണ്ടായ കഥയൊക്കെ പറയില്ലേ, അവിടെയെല്ലാം അപ്പാർട്ട്മെൻറ്റുകളാണ്. ശരിയാണ്, അവരൊരുപാട് നന്മകളൊക്കെ ഉള്ള മനുഷ്യരാണ്. അതായത് ഗുഡ് മോർണിംഗ് പറയാനും, ബൊഞ്ചോർന്ന് പറയാനും, ബോനസേര എന്ന് പറയാനും, ബോനനോത്ത് എന്ന് പറയാനും, നല്ല പ്രഭാതം, നല്ല ഉച്ച സമയം, നല്ല രാത്രി, നല്ല ഈവനിങ് ഒക്കെ പറയാൻ, ആശംസിക്കാനൊക്കെ അവർ വലിയതാണ്. പക്ഷേ അവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിൽ അടുത്ത വാതിലായിരിക്കും അടുത്ത അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള. അവർ പരസ്പരം അറിയാറില്ല. ഇറ്റലിയിൽ നടന്നൊരു സംഭവം, ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിരിക്കും. 6 മാസം ഒരു അമ്മ മരിച്ചിട്ട് ഫ്രീസറിൽ അവൻ വച്ചിരുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അടിയിലൂടെ വെള്ളം ഒഴുകിയപ്പോഴാണ് ആ സ്ത്രീ മരിച്ചതായിട്ട് അവരറിയുന്നത്. അതിന് പിറകിൽ കുറേ ചരിത്രങ്ങളുണ്ടാകും. പക്ഷേ ഒരാൾ മരിച്ചിട്ട് ഈ അമ്മാമ്മയ്ക്ക് സുഖമാണോ, ഇവിടെ ഒരു അമ്മാമ്മ ഉണ്ടല്ലോ എന്ന് അയൽവക്കത്തുള്ള അടുത്ത അപ്പാർട്ട്മെന്റ് തൊട്ട് മുറികളിലുള്ളവർക്ക് അറിയില്ല. ഇന്ന് നമ്മൾക്കൊരു ഇറ്റലിയിലെ കാര്യം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയേ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാമോ? ഒരു പഴമക്കാർ പറയും, അടുത്ത വീട്ടിലെ പുക ഉയർന്നില്ലെങ്കിൽ അവർ ഗ്യാസ് അടുപ്പ് മേടിച്ച് എന്ന് നമ്മൾ ചിന്തിക്കുമെന്ന്. അത്രയ്ക്ക് നമ്മളുടെ നാടൊക്കെ അങ്ങ് മാറി മാറി വരികയാണ്. ബന്ധങ്ങൾ കുറഞ്ഞു വരിക. ഒരു യാത്രയിൽ കയറി കഴിഞ്ഞാലും എല്ലാവരും, ഞാൻ പറഞ്ഞതാണ്, ഹെഡ്ഫോണും വെച്ച് അവർ വേറൊരു ലോകത്താണ്. അപ്പം നമ്മളൊരു ആളുടെ മുഖത്തൊക്കെ ചിരിച്ചു കഴിഞ്ഞാൽ ഇവനെന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ബന്ധങ്ങൾ കുറഞ്ഞു വരിക, ആധുനികവൽക്കരണവും മൊബൈൽ യുഗമൊക്കെ ഏറി വരിക. അവർക്ക് ആഗ്രഹമുള്ളതും ആവശ്യമുള്ളതെല്ലാം ഇന്ന് ഇൻ്റർനെറ്റും മൊബൈലും മറ്റു സൗകര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. പിന്നെ അവർ മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നത് എന്തിനാ? അതിനനുസരിച്ച് കൗൺസിലിംഗ് സെൻ്ററുകളും സൈക്കാട്രിസ്റ്റ് സെൻ്ററുകളൊക്കെ കൂടി വരുന്നില്ലേ? എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒന്നാമതെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഓർഡർ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. IT ഫീൽഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നേരം തെറ്റിയുള്ള ജോലി, രാവിലെ
ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 3 മണി വരെ, അല്ലെങ്കിൽ രാത്രി 3 മണി വരെ ഉച്ചയ്ക്ക് 1 മണി വരെ, ഇങ്ങനെ ടൈം ടേബിളൊക്കെ മാറുമ്പോൾ ഉറക്കം മാറുന്നില്ല, ഓർഡറുകൾ തെറ്റിപ്പോകുന്നു, മൊത്തം ഡിസോർഡർ ആകുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക്, അതായത് ഇന്ന് തൊഴിലിലാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്, അതുപോലെ സമ്പത്തുണ്ടാകണമെന്നുള്ള കാര്യത്തിലാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് ഇന്ന് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ഇപ്പം ഞാനായിരിക്കുന്ന ഭവനത്തിൽ തന്നെ ചുറ്റും വീടുകളുണ്ട്, പക്ഷേ എല്ലാ വീടുകൾക്കും ഗേറ്റുകളുണ്ട്, മതിലുകളുണ്ട്, എല്ലായ്പ്പോഴും അടഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഞാനൊന്ന് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ പോകുന്നുണ്ട്, വരികയും പോകുന്നുണ്ട്. ചിലരൊന്ന് നോക്കി നോക്കി പുഞ്ചിരിച്ചാലായി. ഞാൻ എല്ലാവരുടെയും മുഖത്ത് നോക്കും, പക്ഷേ അവർക്കറിയില്ല നമ്മളെ. ഞാനിങ്ങനെ എൻ്റെ മുറിയിൽ, എൻ്റെ 2ാം നിലയിലാണ് എൻ്റെ മുറി, ഞാനിന്ന് നോക്കുമ്പോൾ ആളുകൾ പരസ്പരം പോകുന്നുണ്ട്, പക്ഷെ അവരെല്ലാവരും അവരവരുടെ ലോകത്താണ്. അപ്പം അങ്ങനെ ബന്ധങ്ങൾക്കുള്ള താല്പര്യം കുറയും തോറും ആത്മവിശ്വാസം നമ്മൾക്ക് കുറഞ്ഞു വരികയാണ്. ഞാൻ എന്ന അവസ്ഥയിലേക്ക് ഞാൻ ഐസൊലേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർ വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക്, വേണ്ട എന്നൊരവസ്ഥ വരുന്നു എന്നതിനേക്കാൾ ഉപരി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ വളരുന്നില്ല. ഒരു വ്യക്തിയെ ഞാൻ ഈ ഇടയ്ക്ക് കാണുകയുണ്ടായി. നല്ല ജോലിക്കാരനാണ്, ഒപ്പം നല്ലൊരു മ്യൂസീഷ്യനുമാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലോകം അതാണ്. അതിനപ്പുറത്തേക്ക് വളരുന്ന ഒരവസ്ഥയിലേക്ക് വരാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ഇതുപോലെ ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളോട് സംസാരിക്കുമ്പോൾ, ഇപ്പം ഞാൻ കുമ്പസാരക്കുട്ടിയിലും കൗൺസിലിങ്ങിലൊക്കെ ഇരിക്കുന്ന വ്യക്തിയാണ്. നമ്മളോട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്താണാവോ ഇദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ സംസാരിച്ച് തുടങ്ങുമ്പോൾ അവരുടെ മുഖഭാവം മാറുന്നു, ട്യൂൺ ഓഫ് വോയിസ്, സ്വരത്തിൻ്റെ ടോൺ മാറുന്നു, അവർ ഹാപ്പിനെസ്സിലേക്ക് വരുന്നു. അതാണ് നമുക്കെപ്പോഴും ബന്ധങ്ങൾ ആവശ്യമാണ്. കാരണം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ പരസ്പര പൂരകങ്ങളായിട്ട് ജീവിക്കുവാൻ വേണ്ടിയായിട്ടാണ്. അപ്പോൾ ബന്ധങ്ങൾ വളരും തോറുമാണ് നമ്മൾക്ക് നമ്മുടെ ആത്മവിശ്വാസം വളരുക. ഇന്ന് ഓർഗനൈസേഷൻസിൻ്റെ, ക്ലബ്ബുകളുടെയൊക്കെ ആവശ്യങ്ങൾ ഒത്തിരി വളർന്നു. തീർച്ചയായിട്ടും വിദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് സുലഭമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ലബ്ബുകൾ, ഓർഗനൈസേഷനുകൾ, കുറേ പേരൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവരുടെ പ്രയാസങ്ങൾ കുറേയൊക്കെ ഞാൻ കേൾക്കുന്നതാണ് അനുദിനം. മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു ദിവസം അവർക്ക് തരണം ചെയ്യാനായിട്ട്. എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്, ജോലിയുണ്ട്, കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നുമില്ലാത്തതുപോലെ ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് ഇന്നത്തെ യുഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പൂർവികർ ജീവിച്ചു വന്ന ആ കാലഘട്ടം അത് ഇന്നത്തേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് എന്തുമാത്രം വ്യത്യാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അനേകമാണ്. ഇപ്പോൾ കൗൺസിലിങ്ങിൽ വന്നാൽ ആശ്വാസം നേടാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ പല വ്യക്തികൾക്കുള്ളത്. കാരണം ദൈനംദിന ജീവിതത്തിൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ട് നിന്ന് അലട്ടി മറ്റൊരവസ്ഥയിലേക്ക് അവർ പോയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഡിപ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മരുന്ന് കഴിക്കുന്നവരുടെ എണ്ണം എത്രയോ വലുതാണ്. അപ്പം ഞാൻ ശരിക്കും ചിന്തിക്കുന്നത്, താങ്കൾക്ക് ഡിപ്രഷൻ ഉണ്ടോ? കാരണം അവരുടെ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്കുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇടപഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മറ്റുള്ളവരായിട്ടൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ മാറാവുന്നതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ലോകം ചുരുങ്ങി വരികയാണ്. അപ്പം നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് ഉള്ളവരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം. നമ്മുടെ ക്യാരക്ടറായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവരായിട്ട് കണ്ടെത്താൽ, നമുക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചാൽ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ തീർന്നു. ഷെയറിങ് ഇല്ല. അതിപ്പോൾ കുടുംബത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും 2 പേരും ജോലിക്ക് പോയി വരുന്നു, 2 പേരും 8 മണിക്കൂറൊക്കെ ജോലി ചെയ്താണ് വരുന്നത്. അത് നമുക്കറിയാം. ഇപ്പം അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി, അയർലൻഡിലെ കമ്പനി, ഇങ്ങനെ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ദിവസം മുഴുവൻ ജോലി ചെയ്യുന്നത്. ഈ ജോലി ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കിടക്കാൻ പോകുന്നോ അതോ സമ്പർക്കത്തിനായിട്ട് തെരുമാറ്റുന്നോ? മക്കളും അതുപോലെ ആയിത്തീരുകയാണ്. എല്ലാവരും മൊബൈൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് വന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും പരസ്പരം സംസാരമില്ല, പരസ്പര ബന്ധങ്ങളില്ല. ഇതെന്ത് കുറയ്ക്കുന്നു? ഇത് നമ്മുടെ ആത്മവിശ്വാസത്തെ കുറച്ചു കൊണ്ടുവരികയാണ്.
അതുകൊണ്ട് റിലേഷൻഷിപ്പ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ ഒരു 25 കൊല്ലം മുമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു വാക്കിനെ നമുക്ക് അടിസ്ഥാനമില്ല എന്ന് നമുക്ക് തോന്നും. കാരണം അക്കാലഘട്ടങ്ങളിലൊക്കെ ജോയിൻറ്റ് ഫാമിലീസാണ്. അപ്പോൾ അവിടെ കൂട്ടുകുടുംബമാണ്. പപ്പയും അമ്മയും ജോലിക്ക് പോയാലും അപ്പാപ്പനും അമ്മാമ്മയുണ്ട്, അപ്പൻ്റെ അപ്പനും അമ്മയുണ്ട്, അമ്മയുടെ അപ്പനും അമ്മയുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടിപ്പോകാമായിരുന്നു. ഇന്ന് എല്ലാ വീടുകൾക്കും ചുറ്റുമതിലും അതിനൊരു ഗേറ്റും വെച്ച് കഴിഞ്ഞാൽ അവിടെ ആളുണ്ടോ ഇല്ലേ എന്ന് ആർക്കറിയാം. ഞാൻ ഇറ്റലിയിൽ പറഞ്ഞ കഥ പോലെയാണ്. എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുന്നതായിട്ട് കാണും. വല്ലപ്പോഴും അവർ തുറക്കുന്നത് അവർ പുറത്തേക്ക് പോകാനും അല്ലെങ്കിൽ അകത്തേക്ക് കയറാനും മാത്രമാണ്. ഇങ്ങനെ കാണുമ്പോൾ ഒരു ബൊഞ്ചോർണോ അല്ലെങ്കിൽ ഒരു ബോനസേര അല്ലെങ്കിൽ ബോനനോത്തെ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് വേറൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലേക്ക് മറ്റുള്ളവരൊന്ന് കേൾക്കാനായിട്ട്, ഒന്ന് മനസ്സിലാക്കുവാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അടുത്ത വീട്ടിലെ പുക ഉയർന്നില്ലെങ്കിൽ അവർ ഗ്യാസ് മേടിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഒരാൾ മരിച്ചാൽ പോലും, അപ്പം അമ്മാമ്മയുടെ കാര്യം പറഞ്ഞില്ലേ, 6 മാസം ഈ അമ്മാമ്മയെ കാണാതിരുന്നിട്ടും അമ്മാമ്മ ഉണ്ടെന്നുള്ളത് അറിഞ്ഞാലല്ലേ ഒരു അമ്മാമ്മയെ കാണുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ റിലേഷൻഷിപ്പ് കുറയുന്നതോടെ മനുഷ്യൻ്റെ ബന്ധങ്ങൾ അകന്നകന്ന് വരികയാണ്. അവൻ ജീവിക്കുന്നതൊക്കെ ഒരു ഇൻ്റർനെറ്റ് യുഗത്തിലോ ഒരു മൊബൈൽ യുഗത്തിലൊക്കെയാണ്. കുറേ സന്തോഷങ്ങൾ അതിൽ ഫീഡ് ചെയ്തു വെച്ചിരിക്കുന്ന കുറേ സന്തോഷങ്ങൾ ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, അത് ഒരു ഇൻ്റർനെറ്റിൽ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടമൊക്കെയാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഒരു റീൽസ് ഉണ്ടാക്കി വെച്ചാൽ അല്ലെങ്കിൽ ഒരു റീൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് അത്ര എഫക്റ്റേ ഉണ്ടാവുകയുള്ളൂ. സാധാരണ അനുഭവങ്ങളുമായിട്ട് സാധാരണ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ യാതൊന്നും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഈ പോരായ്മകളൊക്കെ നമ്മുടെ ആധുനിക യുഗത്തിന് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിക്കാനായിട്ട് എല്ലാവരും കേൾക്കുന്നവരല്ലേ, എല്ലാവരും മൈക്രോഫോൺ വെച്ചൊക്കെയാണ്. ഞാൻ പറയാറില്ലേ, നമ്മളൊന്ന് അടുത്ത് തൊട്ടി വിളിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയുന്നത് ഇനി ഹൈക്കോർട്ടിൽ എനിക്കറിയില്ല. അത്രയേ ഉള്ളൂ. റിലേഷന് താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്കൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മളുടെ ആത്മവിശ്വാസവും അയാൾ എന്ത് വിചാരിക്കാവോ എന്ന് ചോദിച്ചാൽ അവൾ എന്ത് വിചാരിക്കാവോ, അതിനേക്കാളും നല്ലത് എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് കണ്ട ഒരു ബന്ധങ്ങൾക്കുള്ള താല്പര്യം കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെങ്ങനെ ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പ് ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നൊരു ചിന്തയിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. ഇപ്പോൾ വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇതൊക്കെ ഞാൻ ഈ നെറ്റിൻ്റെ പരിപാടി തുടങ്ങിയ പിന്നെയാണ് ഞാനിതൊക്കെ വീഡിയോസിൻ്റെ പരിപാടി തുടങ്ങിയ പിന്നെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് കേട്ടോ. നമുക്ക് വളരാനായിട്ട് നമുക്ക് ബന്ധങ്ങൾ ആവശ്യമുണ്ട്. ബന്ധങ്ങൾ വളർത്തിയെടുക്കാനായിട്ട്, അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസം ഉയർത്തുവാനായിട്ട് നമ്മൾക്ക് ആ സമൂഹ ജീവിയായിട്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നില്ലേ, 2 പേരെയായിട്ടാണ് അയക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് 2 പേരെയായിട്ട് അയക്കുമ്പോൾ അവർക്ക് പരസ്പരം സംസാരിക്കാം, പരസ്പരം ഇടപഴകാം, പരസ്പരം ഷെയർ ചെയ്യാം. അപ്പോഴും നമുക്ക് നമ്മുടെ ഇപ്പോൾ കുടുംബം പോലും ജോലി തിരക്കാണ്, അല്ലെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് റിലേഷൻഷിപ്പിനോട് താല്പര്യം ഉണ്ടായിട്ട് നമ്മുടെ ജീവിതങ്ങളൊക്കെ അർത്ഥപൂർണമാക്കുവാനായിട്ട് ഇനിയും എന്താണ് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് നേടേണ്ടത് എന്നുള്ള ബോധ്യത്തിലേക്ക് വരാൻ നമുക്ക് റിലേഷൻഷിപ്പിന്, ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് അച്ഛൻ്റെ ഈ ക്ലാസ് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരവസരത്തിൽ വീണ്ടും സന്ധിക്കുന്നതുവരെ എല്ലാവർക്കും ദൈവാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം നേടുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.